യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇറാന് മുമ്പിൽ പെട്ടുകിടക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ അഭിമാനം കാക്കാൻ എന്തെങ്കിലും വൈകലുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രംപൻ അണ്ണൻ. ഒരു രക്ഷയുമില്ലാത്തൊരു സ്ഥിതിയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, ബീരാൻ നായയെ പിടിച്ച പോലെയെന്ന്. വിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് നായൻ്റെൽ, വിട്ടാൽ കടിക്കുമെന്ന് വീരാൻ്റെൽ. ഇവർ തമ്മിൽ പിന്നെ മൽപ്പിടുത്താണ്. ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ്, മഹാരാജ്യത്തിൻ്റെ ആയുധ സംവിധാനമുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, ഇറാൻ എന്ന് പറയുന്ന ശുഷ്കിച്ച ഒരു രാജ്യം, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി ഉപരോധത്തിലേർപ്പെട്ടിരിക്കുന്ന ആ രാജ്യത്തോട് ഒരു യുദ്ധം ചെയ്യാൻ, ഒരു വെടി പൊട്ടിക്കാൻ പോലും പേടിച്ച് അരണ്ട് കിടക്കുന്ന ഒരവസ്ഥ അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു പ്രസിഡന്റിനുണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ട് ചുറ്റുഭാഗമുള്ള, അതായത് ഇറാൻ്റെ പരമാവധി അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാഗങ്ങളിലെല്ലാം അമേരിക്കയുടെ പട നിരന്നു. പല രാജ്യങ്ങളോട് അമേരിക്ക സഹായം ചോദിച്ചു, പല രൂപത്തിലും സഹായിക്കുമെന്ന് പറഞ്ഞു എന്ന് ട്രംപ് പറയുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു രാജ്യം ഔദ്യോഗികപരമായ രീതിയിൽ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക കൂട്ടുനിൽക്കും എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു പ്രയാസത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് എത്തിയിരിക്കുന്നു. അപ്പോൾ വെടിവെച്ചാലുള്ള തിരിച്ചടി ഭയാനകരമായിരിക്കുമെന്ന് വീണ്ടും ഇറാൻ്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്ക പെട്ടുപോവുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിലോ, അഥവാ ബിരിയാണി ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ച അതേ സ്ഥിതിയാണിപ്പോൾ. അങ്ങനെ ഇപ്പോൾ മുന്നേറാൻ വേണ്ടി സൈനികർക്കും ഭയപ്പാടാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ നശീകരണ സംവിധാനങ്ങൾ ലോകത്ത് ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ ഫലം അനുഭവിച്ചവർ തന്നെയാണ് അമേരിക്ക എന്ന് പറയുന്നത്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലും ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ഒക്കെ നിർമ്മിതി ഇറാനിലാണ്. തലതൊട്ടപ്പന്മാർ അവരാണ്. അപ്പോൾ അവരുടെ നിർമ്മിതികൾ അവരുടെ കൈവശത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. 4 രാജ്യങ്ങളിലെങ്കിലും ഇറാൻ്റെ ആയുധങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് ഒന്ന് റഷ്യ ആണെന്ന് പറയുന്നു, പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല, റഷ്യ സ്ഥിരീകരിച്ചിട്ടില്ല. ബാക്കി 3 രാജ്യങ്ങൾ ഇപ്പോഴും, അതാണെങ്കിൽ തന്നെ 3 രാജ്യങ്ങൾ ഇപ്പോഴും ഏതെന്ന് അമേരിക്കക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. മാത്രമല്ല, മുൻപത്തെ പോലെയല്ല ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം അമേരിക്കക്കെതിരെ നിലപാട് ഉറക്കെ തന്നെ പറഞ്ഞിരിക്കുന്നു. പറ്റില്ല, അനുവദിക്കില്ല, ഇറാൻ ആക്രമിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന്. അങ്ങനെ ഭൂപ്രദേശം ആക്രമിച്ചാലോ പിന്നീട് അവർ തമ്മിൽ പിന്നെ സംഘർഷമായി, വിഷയമായി, രാജ്യത്തു നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ സ്ഥിതിയുണ്ടായി. വളരെ തന്ത്രപൂർവ്വം അമേരിക്കക്കാരെ ഒഴിവാക്കിയ രാജ്യമാണ് സൗദി അറേബ്യ. സദ്ദാം ഹുസൈൻ്റെ ആ കാലഘട്ടം അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം 25,000-ത്തിലധികം അമേരിക്കൻ സൈനികർ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജനകീയപരമായിരിക്കുന്ന ഒരു അഭിപ്രായ ശേഖരണം സൗദി ഗവൺമെൻറ് നടത്തി. ആ സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4-5 വർഷം കഴിഞ്ഞ ശേഷം ഫഹദ് രാജാവിൻ്റെ ഭരണകാലത്താണ്, ഞാൻ ആ സൗദി അറേബ്യയിലുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ജനങ്ങൾക്ക് മൊത്തത്തിൽ അഭിപ്രായം പറയാൻ, ഭരണാധികാരികളോട് അഭിപ്രായം പറയാനുള്ളൊരു വേദി. ആ വേദി വലിയ ഹാളിലാണ്. അവിടേക്ക് ഈ സൗദി പൗരന്മാർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. അവിടെ ഐഡൻറ്റി കാർഡ് വെച്ചുകൊണ്ടാണ് പ്രവേശനം കൊടുക്കുക. അവർക്ക് ഓരോരുത്തർക്ക് പേര് പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ വികസനപരമായിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സർക്കാർ എന്തെങ്കിലും തെറ്റായിരിക്കുന്ന പ്രവൃത്തി ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു സ്വതന്ത്രമായിരിക്കുന്ന ഒരു അവകാശമായിരുന്നു അന്ന്. നല്ലൊരു ശതമാനം ആളുകൾ പറഞ്ഞത്, നമ്മുടെ ദേശത്ത് എന്തിനാണ് അമേരിക്കക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക, അവർ പൗരന്മാർ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അമേരിക്കൻ സൈനികർ എന്തിനാണ് ഇവിടെ തുടരുന്നത്, അതിൻ്റെ ആവശ്യമില്ല, നമ്മൾക്ക് അതിനേക്കാൾ ശക്തിയും ബലവും ബുദ്ധിയും ഉണ്ടല്ലോ, പിന്നെ എന്തിന് ഇവിടെ തുടരണം എന്ന് ചോദിച്ചവരാണ് കൂടുതലും സൗദിയിൽ. നമ്മൾ ചെറുതാക്കിയാണ് അമേരിക്കൻ സൈനികരോട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾക്കതിന് കഴിവില്ല എന്നുള്ളതേ, ലോകത്തോട് നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്ന അഭിപ്രായമാണ് പരമാവധി പൗരന്മാരും സൗദി അറേബ്യൻ സർക്കാരിനോട് അന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് അബ്ദുള്ള രാജാവിൻ്റെ ഭരണം വന്ന സമയത്ത് ആ നയം നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. എങ്ങനെ? അത് ഘട്ടം ഘട്ടമായി അമേരിക്കൻ സൈനികരെയും അമേരിക്കയുടെ സൈനിക ബേസും സൗദി അറേബ്യയിൽ നിന്ന് അവർ ഒഴിവാക്കി. ഇപ്പോൾ അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഇല്ലാത്തൊരു രാജ്യത്തിൻ്റെ പേരാണ് സൗദി അറേബ്യ. അമേരിക്കയുടെ സൈനികരുമില്ല. പിന്നെ പൗരന്മാർ ജോലിക്കോ മറ്റേതോ വരുന്നുണ്ടോ അത് മറ്റൊരു വശം, ഈ ടൂറിസമായിട്ട് വരുന്നുണ്ടോ അത് മറ്റൊരു വശം. അത് ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗത്തൊരു സൈനികർ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ പ്രവർത്തിക്കുന്നില്ല, സൈനിക ബേസുമില്ല. പിന്നെ യുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വന്നാൽ ഈ എയർപോർട്ടുകളൊക്കെ വിട്ടുകൊടുക്കേണ്ട രീതി വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കാം. അതിനപ്പുറമായ രീതിയിൽ ഈ സൈനികരെല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ച പിന്നീട് ആര് ചെയ്തിട്ട്, ഒമാനും ചെയ്തിട്ടുണ്ട്. അവരും ഈ കാര്യത്തിൽ വലിയ കണിശല്ല, അമേരിക്കക്കാർ വേണ്ടെന്നുള്ള അഭിപ്രായം. അപ്പോൾ ആ രാജ്യത്തും ആരില്ല,
അമേരിക്കയുടെ സൈനികർ പ്രവർത്തിക്കുന്നില്ല, സൈനിക ബേസും ഇല്ല, സൗദിയിലില്ല, ഒമാനില്ല. ഉള്ളത് എവിടെയാണ്? ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്, UAE-യിലുണ്ട്, കുവൈറ്റിലുണ്ട്. ഈ 4 രാജ്യത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഖത്തറിലെ ഉദൈദ എയർ ബേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മേഖലയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഏതെങ്കിലും രാജ്യം കീഴടക്കുകയോ ഒരു രാജ്യത്തിന് മേൽ ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ട് അതിനെതിർത്താൽ പിന്നെ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രക്ഷോഭം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഭരണം അട്ടിമറിക്കുന്ന ഒരു രീതി പാരമ്പര്യമായിട്ട് തുടരുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു സൈനിക ബേസ് സ്ഥാപിക്കും. സൈനിക ബേസ് ചെറിയ സൈനിക ബേസ് നല്ല 25, 40, 50 കിലോമീറ്റർ ചുറ്റളവിൽ സർവാധിപത്യം അവർക്കായിരിക്കും. അത് ഈ വിമാന സർവീസ് അങ്ങോട്ട് വരുന്ന യുദ്ധവിമാനങ്ങളോ തിരിച്ചു പോകുന്നതോ അന്വേഷിക്കാനോ ചോദിക്കാനോ ഭരണാധികാരികൾക്ക് അധികാരമില്ലാത്ത രീതിയിൽ ഒരു വ്യവസ്ഥയും ഒരു കരാറുണ്ടാക്കും. ആ കരാർ വ്യവസ്ഥ ലംഘിക്കാണ്ട് പിന്നെ ഈ ഭരണകൂടത്തിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ സാധാരണ ഇതിൽ അതിന് ആരും അഭിപ്രായം പറയാറില്ല. ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്നത്, അമേരിക്ക ഇറാൻ ആക്രമിച്ചത് അത് അറേബ്യൻ എയർബേസിൽ നിന്ന് വിമാനം ഉയർന്നിട്ടല്ല, ജപ്പാനിൽ നിന്നാണ് ആ വിമാനം ഉയർന്നു വന്നത്. 35 കിലോമീറ്റർ 35 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പറന്നതിന് ശേഷമാണ് അവിടെ ആക്രമണം നടത്തിയത്. എന്തുകൊണ്ട് ജപ്പാനിൽ അമേരിക്കക്ക് എയർബേസ് ഉണ്ടായി? അതൊരു പ്രത്യേകതയാണല്ലോ. 2ാം ലോക യുദ്ധത്തിൽ ഹിരോഷിമ നാഗസാക്കിയിലും ബോംബ് സ്ഫോടനം നടത്തി ഈ അവിടുത്തെ ഗവൺമെൻറ്റിനെ തറപറ്റിച്ച് താഴെ വീണു. പുതിയൊരു ഗവൺമെൻറ് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി. ഞങ്ങൾക്ക് ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ന പ്രദേശം ഞങ്ങളുടേതായിട്ട് വേണം. അത് എന്നെ സമ്മതിക്കുന്നില്ലെങ്കിലോ ഈ ഭരണം തുടരാൻ വേണ്ടി പറ്റില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാകുന്നത്? അവിടെ ഒരു ബേസ് ഉണ്ടാകുന്നത്. ആ ബേസിൽ ജപ്പാൻ ഒരു സ്വാതന്ത്ര്യമില്ല. ഇപ്പം നോക്കൂ, 2ാം ലോക യുദ്ധത്തിൽ ആ രാജ്യത്ത് ആണവായുധ സ്ഫോടനം നടത്തിയത് അമേരിക്കയാണ്. ഈ അമേരിക്കയുമായിട്ട് ഇപ്പോൾ ജപ്പാൻ വലിയ സൗഹൃദ ബന്ധമാണ്. ജപ്പാൻ സർക്കാരിനോട് പോലും യഥാർത്ഥത്തിൽ ഈ സംഭവം മറന്നു പോയ രീതിയിലാണ്. സൗഹൃദ രാജ്യങ്ങളാണ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് വിമാനം ഉയർന്നു പോകുന്നത്. ജപ്പാനിൽ പരാതി ഒന്നും പറഞ്ഞിട്ടല്ലോ. ഇറാനെ ആക്രമിക്കുന്നതിന് ജപ്പാൻ എന്താ പ്രശ്നം? ഇനി ജപ്പാൻ ആക്രമിച്ചാൽ അവിടെ പറ്റുമല്ലോ, ഇനി ബോംബിടോ എന്നുള്ളൊരു പേടി ഒരു പക്ഷേ ജപ്പാൻ ഉണ്ടാവാം. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ പാടില്ല, അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത് ആദ്യത്തെ ആക്രമണത്തോടനുബന്ധിച്ച് തന്നെ പറഞ്ഞ കാര്യമാണ്. എന്നാൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് പിന്നീട് ഇവർ അത് മാറ്റി പണിയാണ്. അവിടെ നിന്ന് ആക്രമിച്ചിട്ട് പിന്നെ ഒരുമായിട്ട് സംഘർഷാവസ്ഥയായി, പിന്നെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളായി. അങ്ങനെ വരുന്നതിലും നല്ലത് അതല്ലാത്ത ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് എന്ന് നോക്കിയ സമയത്താണ് ഒഴിഞ്ഞു കിടക്കുകയാണ് ജപ്പാൻ. ചുമ്മാ അവിടെ കിടക്കുക. 2ാം ലോക യുദ്ധത്തിന് ശേഷം വല്ലാത്ത വിമാനം അതിനൊന്നും പറന്നു പോയിട്ടില്ല. അവിടുന്ന് പൊന്തുന്നു. ജപ്പാന് പരാതിയില്ല, എതിർപ്പില്ല, ഇവിടെ കൊണ്ടുപോയി പോകുന്നത്. ഇതാണ് സ്ഥിതികൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പല യുദ്ധത്തിലും നമ്മൾ ഈ യൂറോപ്യന്മാരുടെ അമേരിക്കയുടെ യുദ്ധത്തിലൊക്കെ അവർ നുണ പറഞ്ഞുകൊണ്ട് ലോകത്തെ വിശ്വസിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. സദ്ദാം ഹുസൈനെ പിടികൂടുന്നതിൻ്റെ എത്രയോ മുമ്പ് സദ്ദാം ഹുസൈൻ രാജ്യം വിട്ടുപോയിട്ടുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഒളിവിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ വീഡിയോയും ശബ്ദ സന്ദേശങ്ങളും ഒരുപാട് പുറത്തു വന്നിട്ടുണ്ട്. പിടികൂടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും, വെറുതെ പ്രചരിപ്പിക്കും. അന്ന് ഈ ബ്രിട്ടൻ്റെ ഈ BBC എന്ന് പറഞ്ഞ ചാനൽ അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. BBC, റോയിട്ടേഴ്സും ഒക്കെ യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈനികരുടെ ടാങ്കിലൂടെ നിന്നാണ് ബസ്രയിൽ നിന്ന് ബാഗ്ദാദിലേക്ക് യാത്ര ചെയ്തത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക അവർ ഏത് തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത്. സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ പോകുന്നതെന്നൊക്കെയാണ് അന്ന് അമേരിക്ക പറഞ്ഞിരിക്കുക ന്യായീകരണം. ഇതാണ് അവസ്ഥകൾ. അപ്പോൾ ആ നുണയാണ് ലോകം കേൾക്കുന്നത്. BBC എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മാധ്യമമാണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് സദ്ദാം ഹുസൈൻ പിടികൂടി, ശരി തന്നെ, സദ്ദാം ഹുസൈനെ മരണപ്പെട്ടിരിക്കുന്നു, ശരി തന്നെ, രാജ്യം വിട്ടുപോയിക്കുന്നു, ശരി തന്നെ. ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ സദ്ദാം വിരുദ്ധരായിരിക്കുന്ന പത്രമീഡിയകൾ അത് പ്രചരിപ്പിക്കും, പ്രത്യേകിച്ച് അറേബ്യൻ പത്രങ്ങൾ. അങ്ങനെ ആ സമയത്ത് മുഖത്തുള്ള സൈനികർക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം ഉണ്ടാവും. നമ്മുടെ ഭരണാധികാരി നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾ പിടിക്കപ്പെട്ടു പോയിരിക്കുന്നു, ഇനി ഏത് നിമിഷം നമ്മൾ പിടിക്കപ്പെടാം. അങ്ങനെ ഒരുപാട് പേര് ബാഗ്ദാദിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതും അവരെ വെടിവെച്ച് കൊല്ലുകയോ അടിച്ചു കൊല്ലുകയോ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടൊക്കെ അന്ന് പുറത്തു വന്നതാണ്. ചില വീഡിയോ അന്ന് പുറത്തു വന്നതിൽ പ്രധാനമായിരിക്കുന്ന ചില ഭാഗങ്ങൾ അതിൽ കാണിച്ചിരുന്നു. അത് സദ്ദാം ഹുസൈൻ്റെ അല്ല ഇറാഖിൻ്റെ സൈനികർ വെടിയേറ്റുകൊണ്ട് തറയിൽ റോഡ് സൈഡിൽ വീണ് മരിച്ചു കിടക്കുന്ന ചിത്രങ്ങളായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്. ഈ തരത്തിലാണ്
എന്ത് ചെയ്യാമെന്നറിയോ, അതിനെ അവർ വ്യാഖ്യാനിച്ചു കൊണ്ട് പരാജയപ്പെടുത്തുക, അല്ലെ പൊളിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ഇത് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറില്ല. ഈ മേഖലയിൽ ഇപ്പോൾ എന്താ പറഞ്ഞത്, ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ കടലിൽ ഒരുക്കൂട്ടിയത്, മറ്റുള്ള ലോകത്ത് ഒരുക്കൂട്ടിയത്. ആ വ്യവസ്ഥാ സംവിധാനം പ്രക്ഷോഭകാരികളോട് എന്താ പറഞ്ഞത്, നിങ്ങൾ സർക്കാർ സ്ഥാപനം കയ്യേറൂ, ഞങ്ങൾ തൊട്ടുപിറകിലുണ്ട്, അത് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നുണയല്ലേ ഈ പറയുന്നത്. ഗീബൽസ്യൻ നുണ പ്രചരിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നാണ്, ആ ഭരണാധികാരിയുടെ പേര് അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ്. ഇപ്പോൾ എന്നല്ല, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രക്ഷോഭകാരികൾ ഇപ്പോൾ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. 5000 എന്നൊക്കെ പറയുന്നത് അതിൽ കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്. ആ പ്രക്ഷോഭകാരികൾക്ക് ആശ്വാസം നൽകിയത് അമേരിക്കയുടെ പ്രസിഡന്റാണ്. ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഒരായിട്ട് ചർച്ച ചെയ്യണം. പിന്നെ ആദ്യം ചെയ്താൽ ഇത്രയും മനുഷ്യന്മാരെ മരിക്കാതെ വെക്കില്ലേ. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് അങ്ങനെ കള്ളം പ്രചരിച്ച് കൊണ്ടേയിരിക്കും. വിശ്വാസത്തിൽ കാഠിന്യവും ശക്തിയുമുള്ള ഇറാനിലെ ഷിയാ വിഭാഗം അമേരിക്ക എന്ന് പറഞ്ഞാലും ഇസ്രായേൽ എന്ന് പറഞ്ഞാലും പേടിച്ച് അരണ്ട് നിൽക്കുന്നവരല്ല. അവരെ മാറ്റി ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ അഭിമാനം കണ്ടെത്തുന്നവരാണ്. ആ മരണത്തിൽ ഷഹീദിൻ്റെ കൂലി കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അമേരിക്കക്ക് എന്ന് ഈ അവസാനം അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യതയോടുകൂടി സൂക്ഷിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.